ഞാൻ നേരെ അടുത്ത് ചെന്നിട്ട് എന്ത് പറ്റി, എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല, പക്ഷെ നിനക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എന്ത് പറ്റിയാലും ഞാൻ കൂടുണ്ട്, പോരെ? എന്താ ചോദിക്കുന്നത്? എന്ത് പറ്റിയാലും ഞാൻ കൂടണ്ടടോ, കരയല്ലേ എന്ന ഒറ്റ വാക്കിൻ്റെ തണുപ്പിൽ ഒരു രാത്രി മുഴുവൻ അവൾ മൂടിപ്പൊതിച്ച് കിടന്നുറങ്ങും. ഇതിൻ്റെ പേരെന്താണെന്നറിയോ? അണ്ടർസ്റ്റാൻഡിങ്. അതിനോളം മനോഹരമായൊരു കലയില്ല ഒരു ബന്ധത്തിലും. അതുകൊണ്ട് എന്താണെന്നറിയോ, ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ജീവിതത്തിൽ, അത് ഞാനിവിടെ ഫാമിലി ആയിട്ട് ഇരിക്കുന്ന ആളുകളോടും എന്നോടും എല്ലാവരോടും പറയാം, ഉണ്ടാവേണ്ടത് ശരിക്കും എന്താണെന്നറിയോ നിങ്ങൾ? സൗഹൃദമാണ്, പ്രണയമൊന്നുമല്ല. അതൊക്കെ വെറുതെ പറയാം. പ്രണയത്തിനൊക്കെ ഒരു 2 ദിവസത്തെ ആയുസുണ്ടാവും. സൗഹൃദം അങ്ങനെയല്ല, അത് എവർലാസ്റ്റിംഗ് ആയിരിക്കും. അത് തീരൂല. അതിൽ ഭയങ്കര സ്പേസ് ആയിരിക്കും. ഒരാളെ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഗോട്ട്മാൻ എന്ന് പറഞ്ഞിട്ടൊരു ഫാമിലി തെറപ്പിസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അറിയാം. 1000കണക്കിന് ദമ്പതികളെ മുന്നിൽ കണ്ടിട്ടുള്ള ആളാണ്. അതും പ്രശ്നമുള്ള ദമ്പതികളെ മാത്രം. അദ്ദേഹം ഒരു ഫാമിലി തെറപ്പിസ്റ്റാണ്. 100 കണക്കിന് പുസ്തകം എഴുതിയിട്ടുള്ള ആളാണ്, ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട് മാത്രം. അദ്ദേഹം ഈ അടുത്ത് എഴുതിയ പുസ്തകങ്ങളിൽ അധികവും എഴുതിയത് എന്താണെന്നറിയോ? ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ജീവിതത്തിൽ എങ്ങനെ സൗഹൃദം കൊണ്ടുവരാമെന്നാണ്. കാരണം അതിന് മാത്രമേ നിലനിൽപ്പുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. സൗഹൃദത്തിന് മാത്രമേ നിലനിൽപ്പുള്ളൂ. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. നമ്മൾ 2 ചങ്ങാതിമാര് ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് യാത്ര തുടങ്ങി. കുറേ ദൂരം ചെന്നപ്പോഴാണ് കൂടെയുള്ള ആൾ പറഞ്ഞത്, എടാ ഞാൻ എൻ്റെ ഫോൺ എടുത്തിട്ടില്ല, മറന്നുപോയി. വണ്ടി തിരിക്കുന്ന പറയാം. വണ്ടി തിരിക്കുമോ എന്നല്ല പറയാം, വണ്ടി തിരിക്കുക, ഫോൺ എടുക്കണം എന്നാ പറയാം. നമ്മൾ തിരിക്കും അല്ലേ? ചിലപ്പോൾ ഒന്ന് വേഗത കൂട്ടും, അവിടെ ചെന്ന് ഫോൺ എടുത്തിട്ട് തിരിച്ചു പോരും. ഇത് ഭാര്യയാണെങ്കിലോ? ഈ മറന്നത് അവളാണെങ്കിലോ? ആ യാത്രയുടെ കാര്യം ഏകദേശം തീരുമാനമായിട്ടുണ്ടാവും. അതിൻ്റെ രസം പോയിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മൾ പോയിട്ട് എടുത്തുകൊണ്ടുവരികയൊക്കെ ചെയ്യും, പക്ഷെ നമ്മൾ പറഞ്ഞ 1-2 വാക്കുണ്ടാവും. അതോടുകൂടി ആ ഉടുത്ത വസ്ത്രത്തിൻ്റെ രസം പോവും. ആ തേച്ചിട്ടുള്ള സാധനങ്ങളുടെ രസം പോവും. പൂശിയിട്ടുള്ളതിൻ്റെ രസം പോവും. അവിടെ കുറഞ്ഞു പോയത് എന്താണെന്നറിയോ? ചങ്ങാതിയോടുള്ള ബന്ധത്തിലുള്ള എന്തോ ഒന്ന് ഇവളോടുള്ള ബന്ധത്തിലില്ലാതെ പോയി. അതിൻ്റെ പേരാണെന്ത്? സൗഹൃദം. നമ്മൾ ചങ്ങാതിമാരൊക്കെ ഇങ്ങനെ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക, ഒരാളുടെ കൈ തട്ടിയിട്ട് ഗ്ലാസ് മറിഞ്ഞ് വീണ് പൊട്ടി. അവിടെ ആകെ ഒരു സീനായി, ആകെ ഒരു വല്ലാത്ത സംഭവമായി. ആ ഹോട്ടലിലുള്ള മുഴുവൻ ആളുകളെയും നമ്മുടെ ടേബിളിലേക്കാണ് നോക്കുന്നത്. ഗ്ലാസ് പൊട്ടിച്ച് അവിടെ ഒരാളെ കൈ തട്ടിയിട്ട് ഗ്ലാസ് മറിഞ്ഞു വീണതാ. ആ ഒരു സീനിന്, ആ ഒരു സംഭവത്തെ നമ്മൾ എങ്ങനെ കാണുക? ചങ്ങാതിമാരാണെങ്കിൽ എങ്ങനെ കാണുക? നമ്മൾ കോമഡി ആയിട്ടാ കാണുക. ഭാര്യയാണെങ്കിലോ രസം ഏകദേശം തീരുമാനമായിട്ടുണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ ആ പെണ്ണിങ്ങനെ കരഞ്ഞിട്ട് കാറിലേക്ക് ഓടിപ്പോണ്ടി വരും, ഇയാൾ പറഞ്ഞ ചില വാക്കുകൾ. അങ്ങനെ പോയിട്ടില്ലെങ്കിലും ആ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ രസം പോയിട്ടുണ്ടാവും, നമ്മൾ പറഞ്ഞ ചില വാക്കുകൾ. അവിടെ ചങ്ങാതിയോടുള്ള ബന്ധത്തിലുള്ള എന്തോ ഒന്ന് ഇവളോടുള്ള ബന്ധത്തിലില്ലാതെ പോയി. അതിൻ്റെ പേരാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. ഇത് ചെറിയ കാര്യമല്ല. അതുകൊണ്ട് എന്താ പറയാണ്, പ്രണയം കുപ്പിയിൽ അടച്ചിട്ട കുറച്ച് വെള്ളമാണ്, സൗഹൃദം ഒരു സമുദ്രമാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. സൗഹൃദം തരുന്നത് ഭയങ്കര സ്പേസ് ആയിരിക്കും. അവിടെ കല്യാണം കഴിക്കേണ്ടത് പ്രണയിച്ച ആളുകളൊന്നുമല്ല, നല്ല സൗഹൃദം തമ്മിലുണ്ടായ ആളുകളാണ്. ഒരു കൗൺസിലർ എന്ന നിലയ്ക്ക് പറയുകയാണ്, കല്യാണം കഴിഞ്ഞതിന് ശേഷവും ഉണ്ടാകേണ്ടത് ആ സൗഹൃദമാണ്. നല്ല ചങ്ങാതിമാരാവുക എന്നുള്ളതാണ്. അത് ഏതൊരു ബന്ധത്തെയും മനോഹരമാക്കും. അങ്ങനെ ബന്ധങ്ങൾ മനോഹരമാകട്ടെ. നമ്മൾ ഹാപ്പി ആവുക, നമ്മുടെ കൂടെയുള്ള ആളുകളെ ഹാപ്പി ആക്കുക. നിങ്ങൾ പ്രവാസത്തിലാണ്, ഇതിനെ സന്തോഷമുള്ളതാക്കുക. നമുക്കൊരു ചെറിയ ബെഡ് സ്പേസേ ഉള്ളൂ. ആ ബെഡ് സ്പേസിനെ നിങ്ങളൊരു കൊട്ടാരമാക്കി മാറ്റുക. അതാണ് നമ്മൾ ജീവിതത്തെക്കുറിച്ച് കാണേണ്ടത്.